ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुगतान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। ताप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചൈതന്യ ചരിതാമൃതം മധ്യലീല 9-ാമത്തെ അധ്യായം 298-ാമത്തെ ശ്ലോകം മുതൽക്ക്. അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും നിത്യാനന്ദ ത്രയോദശി ആശംസകൾ. ഇന്ന് നിത്യാനന്ദ പ്രഭുവിന്റെ ആവിർഭാവ ദിവസമാണ്. ഓക്കെ, അപ്പോൾ നിത്യാനന്ദ പ്രഭു ഇല്ലാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടില്ല. ബലറാമൻ ഇല്ലാതെ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ കിട്ടില്ല, അല്ലേ? നിത്യാനന്ദ പ്രഭു സെയിം ബലറാം തന്നെയാണ്. കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും, ദ്വാപരയുഗത്തിലെ കൃഷ്ണ ബലറാം, വ്യത്യാസമില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയില്ലാണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടാൻ പറ്റില്ല. ഗുരുവിന്റെ കൃപയില്ലാണ്ട് നമുക്ക് ഒന്നും സാധിക്കില്ല. ഗുരു കൃപ വേണം. എന്നാ പിന്നെ ഗുരു ഇല്ലാത്ത ആൾക്കാർക്കോ മുക്തി കിട്ടിയായിരിക്കും, ഭക്തി കിട്ടില്ല. ഗുരുവിന്റെ ആ ഒരു ശൃംഖലയിൽ വന്നാൽ, ചെയിനിൽ വന്നാൽ മാത്രമേ, ഗുരുവിന്റെ ആശീർവാദം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്തി കിട്ടുള്ളൂ. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലും പറഞ്ഞിരുന്നത്. ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണപ്രസാദേ പായ ഭക്തിലത. ബ്രഹ്മാണ്ഡ ഭ്രമിത്, ബ്രഹ്മാണ്ഡത്തിൽ നമ്മൾ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ടിക്കറ്റ് എടുത്തു, ഇവിടുന്ന് നമ്മൾ ഡൽഹി പോകാൻ ടിക്കറ്റ് എടുത്തു. നമുക്കറിയാം, ഡെസ്റ്റിനേഷൻ അറിയാം, അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നു ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നു, ട്രാവലിംഗ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ട്രാവലിംഗ് അല്ല പറയുന്നത്, ബ്രഹ്മാണ്ഡ ഭ്രമിത്, അതായത് ഭ്രമണം ചെയ്ത്, അതായത് ഡെസ്റ്റിനേഷൻ, ലക്ഷ്യമില്ലാത്തൊരു സഞ്ചാരമാണ്. നമ്മൾ ഏതെല്ലാം യോനികൾ കൂടെ സഞ്ചരിച്ചു നമുക്ക് ഇപ്പോഴും നമുക്കറിയില്ല. ഇപ്പൊ ഭാഗ്യവശാൽ നമുക്ക് മനുഷ്യ യോനിയിൽ ജന്മം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ബുദ്ധി ഭഗവാൻ പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്, മറ്റുള്ള ജീവജാലങ്ങളിലും ഉപരിയായിട്ട്. മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും കിട്ടാത്ത ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ജീവിതം വളരെ ദുർലഭമായിട്ട് കിട്ടിയതാണ്. ദുർലഭം മനുഷ്യം ജന്മം, വളരെ ദുർലഭമായിട്ടുള്ള കിട്ടിയത്. അപ്പോ ഒരുപാട് യോനികൾ കൂടെ സഞ്ചരിച്ച് ബ്രഹ്മാണ്ഡ ഭ്രമിതേ, അങ്ങനെ അവസാനം കിട്ടിയ ജന്മമാണ് ഈ ദുർലഭമായിട്ടുള്ള, വിരളമായിട്ടുള്ള മനുഷ്യജന്മം.
അങ്ങനെ ഈ മനുഷ്യജന്മം കിട്ടിയാൽ ആ ഒരു വ്യക്തിക്ക് ഗുരു കിട്ടിയാൽ എന്തായിരിക്കും? മനുഷ്യജന്മം വളരെ വിരളം. അതിൽ നമുക്ക് ഒരു സമ്പ്രദായത്തിൽ വരുന്ന ഒരു നല്ലൊരു ഗുരുവിന് കിട്ടുക എന്ന് പറയുന്നത് അതിലും വിരളം. എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ട് ഇവിടെ. എല്ലാവർക്കും ഇത് ലഭ്യമാണോ? അല്ല. വളരെ വളരെ ഭാഗ്യവാന്മാർക്ക് മാത്രമാണ്. അതാണ് ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന് ഭാഗ്യവാൻ ജീവ്. നമ്മളൊക്കെ വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയത്. മനുഷ്യജന്മം കിട്ടി, അത് മാത്രം പോരാ, നമുക്ക് ഗുരു കിട്ടി. ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ഗുരു കൃഷ്ണപ്രസാദി. ആ ഗുരു എങ്ങനെയായിരുന്നു? കൃഷ്ണന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരു കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. അപ്പൊ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുവിനെ കിട്ടുള്ളൂ. ഗുരു കൃഷ്ണപ്രസാദി. അതായത് ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും പ്രസാദം, അതായത് നമ്മൾ അനുഗ്രഹം. ആദ്യം കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവിനെ കിട്ടുന്നു, ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് കൃഷ്ണനെ കിട്ടുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഭക്തിലതാ ബീജ് കിട്ടുന്നത്. ഭക്തിലതാ ബീജ് കിട്ടുന്നു, ഭക്തിയുടെ ക്രീപ്പറിന്റെ അസീഡ്. അപ്പോ ഈ ഗുരുവിന്റെ തുടക്കം, സോഴ്സ് ആരാണ്? ബൽരാമൻ അല്ലെ? ബൽരാമനാണ് ആദ്യ ഗുരു. ആ ബൽരാമിന്റെ സെൽഫ് സെയിം അവതാരമാണ് നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭുന്ന് വരുന്നതാണ് നമ്മുടെ എല്ലാ ഗുരു പരമ്പരയിലെ എല്ലാ ബോണഫൈഡ് ആചാര്യന്മാർ. അപ്പൊ ഗുരുവിനെ നമ്മള് ബൈപ്പാസ് ചെയ്തിട്ട് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴും, എസ്പെഷ്യലി നമ്മുടെ ഇസ്കോൺ അമ്പലത്തിൽ ആദ്യം പ്രഭുപാദയെ നമ്മൾ വഴങ്ങുന്നു അല്ലെ? പ്രഭുപാദ പരം ഗുരു. പ്രഭുപാദയ്ക്ക് നമ്മൾ പ്രണാമം ചെയ്തിട്ടായിരിക്കും ഡേറ്റീസിനെ വഴങ്ങുക. കാരണം വെച്ചാൽ ഗുരുവാണ് നമ്മളെ അവിടെ എത്തിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. ആ ഗുരുവാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. ഈവൻ രൂപ സനാതന ഗോസ്വാമി ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? രൂപ സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ എവിടെ വെച്ചിട്ടാണ് കാണുന്നത്? അറിയില്ല? അവിടെയാണോ പ്രഭു? അല്ലല്ല, അവിടെ രൂപ ഗോസ്വാമിക്ക് രൂപശിക്ഷ ചൈതന്യ മഹാപ്രഭു 10 ദിവസം ചൈതന്യ, അതായത് ഭക്തി ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷമാണ് നെക്ടർ ഓഫ് ഡിവോഷൻ ഡീറ്റെയിൽ ആയിട്ട് രചിച്ചത്. ഈ ഭക്തിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ദശാശ്വമേധഘാട്ട്. എവിടേത്? ഇപ്പൊ കുംഭമേള എവിടെ നടക്കുന്നത്? പ്രയാഗ്. അവിടെ വെച്ചിട്ടാണ് രൂപശിക്ഷ 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ആദ്യം കാണുന്നത് രാംകേളി എന്ന സ്ഥലത്ത്. അന്ന് നവാബ് ഹുസൈൻ ഷാ ആ രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു രണ്ടുപേരും. വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന രണ്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരുന്നു. അതായത് അന്നത്തെ ബംഗാൾ ഗവൺമെന്റ് നവാബ് ഹുസൈൻ ഷാ പറഞ്ഞൊരു മുസ്ലിം റൂളറായിരുന്നു ഭരിച്ചിരുന്നു. അപ്പൊ അവരോട് നുണയൊക്കെ പറഞ്ഞ് എങ്ങനെ ചൈതന്യ മഹാപ്രഭുവും ഇവരെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്നീക്ക് ഔട്ട് ചെയ്തിട്ട് പോയി കണ്ടതാണ്. അപ്പോ ആദ്യം കണ്ടത് ആരെയാണ്? ചൈതന്യ മഹാപ്രഭുവിനെ എല്ലാം ഡയറക്റ്റ് കണ്ടത് ആദ്യം നിത്യാനന്ദ പ്രഭു ആൻഡ് ഹരിദാസ് ഠാക്കൂർ. അവരുടെ സമ്മതത്തോടു കൂടിയാണ് ചൈതന്യ മഹാപ്രഭുവിനെ ചെന്ന് കണ്ടത്. അവിടെയും എറ്റിക്കേറ്റ് തെറ്റിച്ചിട്ടില്ല അവർ. രഘുനാഥ് ദാസ് ഗോസ്വാമി ആദ്യം ആ ലീല അറിയാം നമുക്ക് ഇല്ലേ? എന്താണ് ലീല? പാനിയേട്ടി ഫെസ്റ്റിവൽ. ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി പോയത്. അപ്പൊ അവിടെ നിത്യാനന്ദ പ്രഭു ഉണ്ടായിരുന്നു. നിത്യാനന്ദ പ്രഭു കണ്ടോ? ഇതാണ്. അപ്പൊ രഘുനാഥ് ദാസ് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നിത്യാനന്ദ പ്രഭു കണ്ടോ, കള്ളനെ വിളിച്ചു കൊണ്ടിരും. അവിടെ അത്രയും ദൂരത്തു നിന്നാണ് എന്നെ നമസ്കരിക്കുന്നത് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പണിഷ്മെന്റ് ചെയ്തു. എന്താണ് പണിഷ്മെന്റ്? എല്ലാവർക്കും
ദഹീച്ചേട കൊടുക്കണം. ആദ്യം തന്നെ അതായത് ചൈതന്യ മഹാപ്രഭുവിനെ മുമ്പ് കണ്ടു, അതിന് ശേഷമാണ് നിത്യാനന്ദ പ്രഭുവിനെ കണ്ടത്. അപ്പൊ അതിനുള്ള ആ ശിക്ഷയാണ്, ഗുരുത്ര പോയില്ല. അങ്ങനെ അപ്പൊ എല്ലാവരും ഗുരുവാണ്. പ്രഹ്ലാദ് മഹാരാജ് എങ്ങനെയാണ് പ്രഹ്ലാദ് മഹാരാജിന് കിട്ടിയത്? നാരദ ഗുരു, ധ്രുവന് നാരദ മഹർഷി അല്ലേ? വാൽമീകിക്ക്, എല്ലാവർക്കും ആർക്ക് നോക്കിയാലും ഗുരു ഇല്ലാണ്ട് നമുക്ക് ഭഗവാനെ കിട്ടാൻ പറ്റില്ല. അപ്പൊ അത് അത്രയും മഹത്വമാണ്. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്നിട്ടുള്ള സെയിം ബലരാമനാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ നിത്യാനന്ദ കൃപ നമുക്ക് വേണം, ഗുരു കൃപ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ നിത്യാനന്ദ പ്രഭു പറയുന്നത്. നമ്മൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലേ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ധാമാം പ്രപദ്യന്തെ താം സദൈവ ഭജാമ്യം. അതെ, അത് എത്രത്തോളാണോ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നത് അത്രത്തോളം ഭഗവാൻ നമ്മളിലേക്ക് അടങ്ങും. നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ എത്ര സ്റ്റെപ്പ് വയ്ക്കും? ഒരു സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ 2 സ്റ്റെപ്പ്. അപ്പൊ ടു ദ എക്സ്റ്റെന്റ് വി അപ്രോച്ച് കൃഷ്ണ, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി വിൽ ആൾസോ കം ടു അസ്. അതാണ് ഭഗവാൻ. പിന്നെ ഭഗവാൻ അവിടെ ചില റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ ആം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അതാണ് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുത്തത്. എത്രത്തോളം എന്നെ സമീപിക്കുന്നു അത്രത്തോളം ഞാൻ അങ്ങനെ. അതായത് നമ്മൾ 30 ജോലി ചെയ്താൽ 30 ശമ്പളം കിട്ടും, എക്സ്ട്രാ ഒന്നും കിട്ടില്ല. നമ്മൾ എത്രത്തോളം ഭക്തിയുദ്ധ സേവനം ചെയ്യുന്നു അത്രത്തോളം ഭഗവാൻ നമുക്ക് അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യും. ചൈതന്യ മഹാപ്രഭു അങ്ങനെയല്ല. അതായത് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം. ചൈതന്യ മഹാപ്രഭു അറിയാം ഈ കലിയുഗത്തിലെ നമ്മളെല്ലാം റിജക്റ്റഡ് ആണ് നമ്മൾ. നമുക്കതിനുള്ള ബുദ്ധിയൊന്നുമില്ല, മന്ദന്മാരാണ് നമ്മള്, ഭാഗ്യവുമില്ല, പിന്നെ അതേപോലെ ലേസിനെസ്സും. ഇതെല്ലാം നമുക്ക് ഈ ക്വാളിറ്റീസ് അല്ല, ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉള്ളത് ചൈതന്യ മഹാപ്രഭു നാട്ടറിയാം. അപ്പൊ അതേ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കലിയകാലത്തിൽ വന്നപ്പോ ആ ക്രൈറ്റീരിയ, ആ റിക്വയർമെന്റിനെ വേണ്ടാന്ന് വെച്ചു. അതായത് ധാമാം പ്രപദ്യത്തെ താം സദൈവ ഭജാമ്യം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, നിങ്ങൾ അവിടെ നിന്നാ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അവിടെ കണ്ടീഷൻ മാറ്റി. ഐ വിൽ കം ടു യു, ഐ വിൽ ഗീവ് കൃഷ്ണ പ്രേമം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. കൃഷ്ണൻ എന്താ പറഞ്ഞ്, നിങ്ങളൊരടി വെച്ചാൽ ഞാൻ ഒരടി വെക്കും. ചൈതന്യ മഹാപ്രഭു അതേ ഭഗവാൻ കലികാലത്തിലെ ആൾക്കാരുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അവരുടെ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ മനസ്സിലായി, എന്താ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഓടരുത്, പക്ഷെ ഞാൻ വരാം. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ പാത്രത്തിന്, അത് റിസീവ് ചെയ്യാനുള്ള പാത്രത്തിന് നിറച്ചും ദ്വാരങ്ങളാണ്. കൃഷ്ണപ്രേമം അതിൽ എത്ര നിറച്ച് തന്നാലും ആ ബോട്ടിൽ കൂടെ ഇങ്ങനെ അത് വിളിച്ചുകൊണ്ടേയിരിക്കും, അത് പോയിക്കൊണ്ടേയിരിക്കും, കിട്ടില്ല. നമുക്ക് പാത്രത്തിൽ നിറച്ചും ദ്വാരങ്ങൾ അതിൽ കിട്ടുമോ? വെള്ളം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ നമ്മുടെ ആ കൃഷ്ണപ്രേമം ഹോൾഡ് ചെയ്യാനുള്ള പാത്രം മുഴുവൻ ദ്വാരങ്ങളാണ്. എന്താണ് ആ ദ്വാരങ്ങള്? കാമക്രോധ ലോഭമോഹ മതമാത്സര്യം. എങ്കിലും ചൈതന്യ മഹാപ്രഭു ഇന്ന് എൻ്റെ അടുത്ത് വരും, ഞാൻ തരാം. അപ്പൊ നമ്മൾ പോയാലും അതിനില്ല. പക്ഷെ നിത്യാനന്ദ പ്രഭു ഒരു സ്റ്റെപ്പും കൂടി മുമ്പിലാണ് ദയയില്. അതായത് ചൈതന്യ മഹാപ്രഭുവിനെ മോസ്റ്റ് മുനിഫിഷ്യന്റ് അവതാരമാണ്. അതുകൊണ്ടാണ് രൂപ ഗോസ്വാമി അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണ ചൈതന്യ നാമനെ ഗൗരവത്വസേ നമ. മോസ്റ്റ് മുനിഫിഷ്യന്റ് അവതാരമാണ്. ചൈതന്യ മഹാപ്രഭുവിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കടന്നു ആരെ? നിത്യാനന്ദ പ്രഭു. നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകുന്നില്ല, പോയാലും നമ്മള് അവിടെ ആ പാത്രത്തിൽ റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നിത്യാനന്ദ പ്രഭു നമ്മള് ഓടുകയാണ്. അപ്പൊ നിത്യാനന്ദ പ്രഭു നമ്മുടെ പിന്നാലെ ഓടി വന്നിട്ട് നമുക്ക് തരും. നിത്യാനന്ദ പ്രഭു നമ്മൾ ഓടിയാലും ശരി, നമ്മൾ അതേ കൃഷ്ണഭക്തിയിൽ നിന്ന് ദൂരെ പോയാലും ശരി, നിത്യാനന്ദ പ്രഭു നമ്മളെ ചേസ് ചെയ്ത് പിടിച്ച് നമുക്ക് തരും. ജഗായ് മതായന് ഉദാഹരണം അല്ലേ?
അത്രയും പാപികളായിട്ടുള്ള ജഗായ മതായ അങ്ങോട്ട് പോയിട്ട് അത് ഇത്ര ഉപദ്രവിച്ചും കൂടി നിത്യാനന്ദ പ്രഭു അവർക്ക് കൊടുത്തു. അപ്പൊ അതാണ് നിത്യാനന്ദ പ്രഭു. എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ദ്വാപരയുഗത്തിലെ മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ യഥതാം അഭിസിദ്ധാനാം കശ്ചിത് വേദി മാം വേദി തത്വത, അല്ലെ? അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് വളരെ കുറച്ച് പേർക്ക് ഈ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അങ്ങനെ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയ ആൾക്കാരിൽ വളരെ വളരെ കുറച്ച് ആൾക്കാരെയാണ് എന്നെ തത്വത്തിൽ അറിയുന്നത്. ബഹുനാം ജന്മനാം മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം ഇതി സമഹാത്മ സ്വദുർലഭ. ഇതാണ് ദ്വാപരയുഗത്തിന്റെ അവസാനം അർജുനോട് ഭഗവാൻ പറയുന്നു. അപ്പൊ അതേ ഭഗവാൻ തന്നെ കലിയുഗത്തില് വളരെ സോഫ്റ്റായി. ഓക്കെ, എല്ലാ ആ നിയമങ്ങളെല്ലാം കുറച്ച് ലഘൂകരിച്ചു ചൈതന്യ മഹാപ്രഭു. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് യോഗ്യത നോക്കിയിട്ടല്ല, പാത്ര ദേക്കെ, എനിക്ക് പാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതാണോ നോക്കാതെ തന്നെ നമുക്ക് കൃഷ്ണപ്രേമം തരാൻ സന്നദ്ധനായി. അതാണ് മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായത്. പക്ഷെ അതിലും മീതെയാണ് നിത്യാനന്ദ പ്രഭു. അതാണ് ഗുരു. ഗുരു ഭഗവാൻ തരാത്തതും കൂടിയും ഗുരു തരും. ഭഗവാൻ നോക്കിയിട്ട് കൊടുത്താൽ മതിട്ടോ, യോഗ്യത ഉണ്ടോ? വലിയ ഗുരു അങ്ങനത്തെ സ്ഥലത്തും പോയിട്ട്, അതിന് ഉദാഹരണമാണ് നാരദമുനി. നാരദമുനിയോട് അംബരീഷ് മഹാരാജ് പറഞ്ഞു. അംബരീഷ് മഹാരാജിന്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദറ് ഭയങ്കര ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പാപം. അപ്പൊ അദ്ദേഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ശരി പോവാം. അവിടെ ചെന്നപ്പോ അദ്ദേഹം ഇങ്ങനെ മദ്യപാനം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നിന്ന് അപ്പോ ഗേറ്റിലെത്തിയപ്പോ തന്നെ അവിടുന്ന് കുപ്പികളുണ്ടൊക്കെ എറിയാൻ തുടങ്ങി. അങ്ങോട്ട് വരണ്ട. എങ്കിലും തിരിച്ചു വന്നു. വീണ്ടും പറഞ്ഞു അംബരീഷ് മഹാരാജ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനൊന്ന് നല്ല വാക്കുകൾ പറഞ്ഞു. വീണ്ടും ഓടിപ്പോയി പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞ് എന്തെങ്കിലും, അതായത് മരിച്ചു കഴിഞ്ഞാൽ യമലോകത്തിൽ പോകുന്ന തീർച്ചയാണ്. യമലോകത്തിൽ യമരാജ് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം താനെ സംഭവിച്ചോളും എന്നാണ്. സാധുസംഘ സർവശാസ്ത്ര കൊഹേ ലവമാത്ര സാധുസംഘ സർവസിദ്ധി പോയി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശരണ്യ മാതാജി പറഞ്ഞ ആ സ്റ്റോറി തന്നെ. അപ്പൊ അത്രയും എത്ര തന്നെ നമ്മളെ ഉപദ്രവിച്ചാലും കൂടി ഭക്തന്മാരെ എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, കൃഷ്ണപ്രേമം കൊടുക്കാൻ ആതുരരാണ് അവർ. അപ്പൊ ആ നിത്യാനന്ദ പ്രഭു ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ കലികാലത്തില് ചന്നാവതാരമായിട്ട് വന്നാണ്. അപ്പൊ ആ ലീലകൾ ശ്രവിക്കുന്ന ഏതൊരു ഭക്തനും തീർച്ചയായിട്ടും കൃഷ്ണപ്രേമം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോ ദ്വാപരയുഗത്തില് ബലരാമൻ, കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു ആൻഡ് നിത്യാനന്ദ പ്രഭു. ദ്വാപരയുഗത്തിലെ കൃഷ്ണ ബലരാമൻ. ആ കൃഷ്ണനെ സേവനം ചെയ്യാൻ ബലരാമൻ 5 മെലോസിലും 5 രസങ്ങളിലും ഭഗവാനെ സേവനം ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്കൊന്നും എല്ലാ രസങ്ങളിലും സേവനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൊഡോമിനന്റ്ലി ദാസ്യരസത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ശാന്തരസം, ദാസ്യരസം. ബാക്കിയുള്ള രസങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതിനുള്ള പക്വത, മെച്യൂരിറ്റി നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ബലരാമൻ എന്താണ്? സേവക ഭഗവാൻ. കൃഷ്ണൻ സേവ്യ ഭഗവാൻ. സേവക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ സേവിക്കുന്ന ഭഗവാൻ. സേവ്യ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണോ സേവനം സ്വീകരിക്കുന്നത് അത് സേവ്യ ഭഗവാൻ. ആരാണ് സേവനം സ്വീകരിക്കുന്നത്? കൃഷ്ണൻ, അല്ലെ? സേവനം ചെയ്യുന്നത് ബലരാമൻ. രണ്ടുപേരും ഭഗവാനാണ്. രണ്ടുപേരും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്. പ്രഭുപാദ പറയുന്നത് രണ്ടുപേരും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്. അപ്പോ സേവക് ഭഗവാൻ, സേവ്യ ഭഗവാൻ. അപ്പോ ഈ സേവക് ഭഗവാൻ ബലരാമൻ 5 രസത്തിലും 5 മെലോസിലും ഭഗവാനെ സേവിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മള് ശാന്തരസം, ദാസ്യരസം. ഓക്കെ, ശാന്തരസം എന്താണ് പറയുന്നത്? അതായത് നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച്മെന്റും ഇല്ല, അതെന്നെല്ലാം ഡിറ്റാച്ച് ചെയ്തു. സ്പിരിച്വൽ അറ്റാച്ച്മെന്റ് വന്നു.
അതാണ് ശാന്തരസം. പക്ഷെ അവിടെ എന്താ, ഡിവോഷണൽ ആക്ടിവിറ്റീസ് ഇല്ല, ഡിവോഷണൽ സർവീസസ് ഇല്ല. എനിക്കറിയാം ഭഗവാനാണ് സുപ്രീം ലോർഡ്, കൃഷ്ണനാണ് സുപ്രീം ലോർഡ് എന്ന് അറിയാം. ഓക്കെ, ഞാൻ ഭൗതിക തലത്തിലുള്ള യാതൊരു ആസക്തിയില്ല, ഭഗവാനുടെ ആസക്തി ഉണ്ട്. പക്ഷെ സർവീസ് ഇല്ല. അപ്പൊ ശാന്തരസം, ന്യൂട്രാലിറ്റി, എ സ്റ്റേറ്റ് ഓഫ് ന്യൂട്രാലിറ്റി. നമ്മളറിയാം ഭഗവാനാണ് എല്ലാം ഗ്രേറ്റ്നെസ്, എല്ലാം ഓപ്പുലൻസും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ സേവനമൊന്നും ചെയ്യുന്നില്ല. അപ്പോ an attachment without devotional service is Shantarasam. Attachment without devotional service, Shantarasam. And attachment with devotional activities on the platform of servitude, അതാണ് ദാസ്യരസം. ഓക്കെ, നമ്മൾ ടോട്ടലി ഭൗതിക തലത്തിൽ നിന്ന് ആ ആസക്തിയെല്ലാം ഡിറ്റാച്ച് ആയി ഭഗവാനിലേക്ക് അറ്റാച്ച് ആയി, എന്നിട്ട് ഭഗവാനെ ദാസ്യഭാവത്തില് നമ്മൾ സേവനം ചെയ്യുന്നു അല്ലേ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? ഹനുമാൻ. അപ്പോ അവിടെ ദാസ്യഭാവം ഉണ്ടെങ്കിലും അവിടെ എന്താണ്, ഓ ആൻഡ് റിവറൻസ് ഉണ്ട്. അപ്പോ ഇവിടെ ശാന്തഭാവത്തില് നമുക്ക് അറ്റാച്ച്മെന്റ് ടു സുപ്രീം ലോർഡ് വിത്തൗട്ട് ഡിവോഷണൽ സർവീസസ്. ദാസ്യഭാവത്തിന് ആ ശാന്തഭാവം ഉണ്ട്, പ്ലസ് ഡിവോഷണൽ ആറ്റിറ്റ്യൂഡ്, ഡിവോഷണൽ സർവീസ് ഉണ്ട്. അതായത് സർവിറ്റ്യൂഡ്, ദാസ്യം, സറണ്ടർ. ഓക്കെ, ഒരു മീനിയൽ സെർവൻറ്റ്. നമ്മൾ ഒരു ഗുരുവിനെ കാണുമ്പോൾ കിങ്കര, നമ്മൾ മലയാളത്തിലും ഉണ്ടാവും കിങ്കരന്മാര്. എന്താണ് അതിൻ്റെ അർത്ഥം? കിംകര, ഞാൻ എന്ത് ചെയ്യണം, അടിയൻ എന്ത് ചെയ്യണം ആണ് അതിനർത്ഥം. നമ്മൾ മലയാളി സാധാരണ അവന്റെ കിങ്കരനാന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഞാൻ വളരെ താഴ്ന്ന പൊസിഷൻ, അങ്ങ് വലിയ ആള്, അങ്ങക്ക് ഞാൻ എന്ത് സേവ ചെയ്യണം. അപ്പൊ ഗുരുവിനോട് നമ്മൾ അത് ചെയ്യണം, സബ്മിസീവ് മോഡില്. അപ്പൊ ശാന്തഭാവത്തില് സർവിറ്റ്യൂഡ് ഉണ്ട്, ദാസ്യം, ദാസ്യഭാവത്തില് സർവിറ്റ്യൂഡ് ഉണ്ട് അല്ലേ. പക്ഷെ അവിടെ എന്താ, എങ്ങനെ സർവീസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? വിത്ത് ഓ ആൻഡ് റെവറൻസ്. ഓ ആൻഡ് റെവറൻസ് പറഞ്ഞാൽ ഐശ്വര്യഭാവത്തിൽ ഭഗവാൻ ഗ്രേറ്റ് ആണ്. ഭഗവാനെ നമുക്ക് ആ ഭയഭക്തിയോടുകൂടി കാണാൻ പറ്റുള്ളൂ, വളരെ ആദരവോട് കൂടിയിട്ട് അല്ലേ. അപ്പോ അതാണ് ഉദാഹരണത്തിന് നമ്മൾ ഹനുമാൻജി കൊടുക്കും. ഹനുമാൻജി എപ്പോഴും പറയോ കൃഷ്ണന്റെ തോളിൽ കൈയിട്ടിട്ട് എപ്പോഴേലും പോവോ? എവിടെയും കണ്ടിട്ടുണ്ടോ? എപ്പോഴും താഴെ പാദങ്ങളുടെ കൈ ഊപ്പിയിട്ട് അല്ലേ. ലക്ഷ്മിജി ദാസ്യഭാവത്തിലാണ് കൂടുതലും, കൊഞ്ചികൾ ആണെങ്കിലും കൂടിയിട്ട് ദാസ്യഭാവം ഏറ്റവും കൂടുതൽ ദാസ്യഭാവത്തില് പാദത്തിലാണ് എപ്പോഴും. അപ്പോ അവിടെ ഓൺ റെഫറൻസ്. നേരെ മറിച്ച് അതിനും കൂടുമ്പോ നമ്മൾ എവിടെ, ഏത് സ്റ്റേജിൽ എത്തുന്നു? സഖ്യഭാവത്തില്, സഖ്യരസത്തില്. അപ്പൊ ആ സഖ്യരസത്തില് ശാന്തരസമുണ്ട്, ദാസ്യരസമുണ്ട്, സഖ്യരസം. സഖ്യരസത്തില് ഗോപന്മാരായിട്ട് വഴക്ക് കൂടുമ്പോ ഗോപന്മാര് പറയാ, നീ തോറ്റു കൃഷ്ണ, നീ തോറ്റു, ഇനി ഞങ്ങളെ തോളിലേറ്റി നടക്കണം, ഞങ്ങളെ തോളിലേറ്റി നടക്കണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദാസ്യഭാവത്തിലുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ഞങ്ങളെ തോളിലേറ്റിട്ട് നടക്കണം. അപ്പൊ കൃഷ്ണ, അയ്യോ ഞാന് ബ്രജേന്ദ്രനന്ദനാണ്, അടുത്ത കിങ്ങാവാൻ പോവാണ്, ഞാനെങ്ങനെ നിങ്ങളെ തോറ്റ്? കൃഷ്ണ, ഈ ചതി നടക്കില്ല, വന്നിട്ടില്ലെങ്കിൽ നാളെ മുതൽക്ക് ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരാൻ പാടില്ല. അപ്പൊ അവിടെ ത്രെട്ടണിങ് ആയി. അപ്പൊ ഉടനെ നിവൃത്തിയില്ലാണ്ട് കൃഷ്ണൻ അവരെ തോളിലേറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ തോളിലേറി എന്താ ഭഗവാന്റെ തോളിലേറ്റിട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അതാണ് സഖ്യഭാവം. അപ്പൊ അതില് ശാന്തഭാവം, ദാസ്യഭാവം, സഖ്യഭാവം. അതിൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, സർവീസ് ഇൻ ഫ്രട്ടേണിറ്റി, ഫ്രണ്ട്ഷിപ്പില് അതിലും മീതെയാണ് വാത്സല്യഭാവം. വാത്സല്യഭാവത്തിൽ എന്താണ്? വൃന്ദാവനിലെ പല ലീലകളും കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട്, ഒരുപാട് അത്ഭുത ലീലകൾ. എന്നാലും നന്ദമഹാരാജാവിനും എൽഡേലി ഗോപീസിനും യശോദമ്മയ്ക്കും കൃഷ്ണനാണ് തൻ്റെ ഓമനപുത്രൻ. എന്തോ
എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ശരി, അവർക്കൊന്നും അറിയില്ല. പല ആൾക്കാരും പറയുന്നത് ഭഗവാനാണ്, നാരായണനാണ്. എന്ത് ഭഗവാൻ, ഇത് നാരായണൻ? ഇടി വെട്ടുമ്പോ എന്റെ സാരി തുമ്പ് പിടിച്ചിട്ട് പിന്നാലെ നിൽക്കുന്നവനാണോ നാരായണൻ? ആണ്. അപ്പൊ അവരുടെ എന്താണ് വാത്സല്യഭാവം. അവരെന്താ വിചാരിക്കുന്നത്? ഞാനാണ് ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഞാനാണ് കൃഷ്ണനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനില്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എവിടുത്തെ ദൈവം, എവിടുത്തെ ഈശ്വരൻ, എവിടുത്തെ നാരായണൻ? എന്തെങ്കിലും ഇത് വന്ന ശബ്ദം കേട്ടാൽ ഉടനെ പേടിച്ച് എൻ്റെ അടുത്ത് വരും. അതാണ് അവരുടെ ഭാവം. അപ്പൊ അവിടെ കൃഷ്ണൻ ഭഗവാനാണെന്നുള്ള ഒരു ലെവലേഷൻ ഇല്ല. ഈവൻ അർജുനന് വിരാട് രൂപം കാണിച്ചു കൊടുത്തു. വിരാട് രൂപം കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ പറഞ്ഞു, അയ്യോ ഞാൻ എന്തെല്ലാം തെറ്റുകളാ ചെയ്തിരിക്കുന്നത്, പാപം ചെയ്തിരിക്കുന്ന ഈ യാദവ, കേശവ എന്നൊക്കെ ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ലി ലെവലില് ഒരുമിച്ച് ഊണ് കഴിഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ട്, ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മാപ്പ് തരണം. അതെല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഭഗവത്ഗീത എല്ലാം കഴിഞ്ഞു. ആ കൃഷ്ണ വാ, നമുക്ക് പോവാം, നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പൊ അവിടെ മറന്നു. അവിടെ ആ ഓൺ റെഫറൻസ് അത് മറന്നു. ഉടനെന്തായി? സഖ്യഭാവത്തിലായി അർജുനൻ. അതേപോലെ ഇവിടെ വാത്സല്യഭാവത്തിലുള്ള ഗോപികമാരും ഗോപന്മാരും ഈ നന്ദ, യശോദ, അവരെല്ലാം എന്താണ് ഭഗവാനാണെന്ന് ആര് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല. ഇത് കൃഷ്ണൻ എൻ്റെ ഓമനപുത്രൻ എന്ന് മാത്രമേ ഉള്ളൂ. അവനെ രക്ഷിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഞങ്ങളുടെ കർത്തവ്യം. അതിനും മീതെയാണ്. അപ്പൊ ഈ വാത്സല്യഭാവത്തിൽ ശാന്തഭാവമുണ്ട്, ദാസ്യഭാവമുണ്ട്, സഖ്യഭാവമുണ്ട്, വാത്സല്യഭാവമുണ്ട്, പിന്നെ മാധുര്യഭാവം, അത് ടോപ്പ് മോസ്റ്റ്. അപ്പൊ ആ മാധുര്യഭാവത്തില് മറ്റ് 4 ഭാവങ്ങളും, അതായത് ടോട്ടലി 5 ഭാവങ്ങളുണ്ട്. അപ്പൊ മാധുര്യഭാവത്തിലാണ് ഗോപികമാര്, അത് ഏറ്റവും ഹയസ്റ്റ്. അപ്പൊ അതില് ഗോപികമാര് കൃഷ്ണനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദാസ്യഭാവത്തില് ഒരു വൺ വേ ട്രാഫിക് മാത്രമല്ല, ഇത് വൺ വേ ട്രാഫിക് ആണ്. നമ്മളുടെയും ഭഗവാനും തമ്മിലുള്ള അതില് ബന്ധം വൺ വേ ട്രാഫിക്കാ. ഞാൻ ഭഗവാനെ ദാസ്യനാക്കുന്നില്ല, ഓക്കെ, ഞാൻ ഭഗവാന്റെ ദാസ്യനാകുന്നു. പക്ഷെ ഇതില് മാധുര്യഭാവത്തില് ചിലപ്പോ ഭഗവാൻ ഗോപികമാരുടെ ദാസനാവും, ഗോപികമാര് ഭഗവാന്റെ ദാസനാവും, അല്ലേ? അതേപോലെ സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് ഈ 5 ഭാവവും കൂടിയതാണ് മാധുര്യഭാവം. അത് ഗോപികമാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് ഉദാഹരണം പ്രഭുപാദ പറയുന്നത് ഭൂമിനാപ്പോ അനലോ വായു ഖം, ഈ 5 ധാതുക്കൾ. ഭൂമിയില് ബാക്കി എല്ലാ ധാതുക്കളുണ്ട്. 5 ധാതുക്കളുണ്ട്: ഭൂമി, ആപ്പോ, അനലോ, വായു, ഖം. ഖമ്മില് ഒന്നേ ഉള്ളൂ, ഓക്കെ. വായുവിൽ ഖം ആൻഡ് വായു ഉണ്ട്. അനലോ 3 ഉണ്ട്, അതായത് ഖം, വായു, തീയ്. ആപ്പോ ഖം, വായു, തീയ്, വെള്ളം. ഭൂമിയില് 5. അതേപോലെ ഈ 5 മെലോസ്, 5 മെലോസ്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പിലാണ് മാധുര്യഭാവം. ഇങ്ങനെയാണ്. അപ്പോ ബലരാമൻ ഈ 5 മെലോസിലും ഭഗവാനായിട്ട് ആദാൻ പ്രദാൻ. എങ്ങനെയാണ് സാധിച്ചത്? വാത്സല്യഭാവത്തില് ജ്യേഷ്ഠനായിട്ട്, ഓക്കെ. പിന്നെ ശാന്തരസത്തില് ദാമായിട്ട് വിന്യസിക്കുന്നത് ബലരാമസ്വാമിയിലെ പ്രഭു. യെസ്, ഹരിബോൾ. പിന്നെ ദാസ്യഭാവത്തില് കളിക്കുമ്പോ ഇങ്ങനെ തോൽക്കുമ്പോ ഇങ്ങനെ തോളിലെടുത്ത് നടത്തുന്നത്, അതൊക്കെയാണോ? അത് സഖ്യഭാവം. അത് സഖ്യഭാവം. ദാസ്യഭാവം എന്താണ് പ്രഭു? ഇങ്ങനെ ദാസ്യഭാവത്തില് ഭഗവാൻ ടയർഡാവുമ്പോ കാലൊക്കെ അമർത്തി കൊടുത്ത ഒരു ദാസ്യനെ പോലെ. പിന്നെ ഈ മൃദംഗം, അതൊക്കെ ഏത് ഭാവത്തില്? അതൊക്കെ ശാന്തഭാവം. മാധുര്യഭാവത്തിലോ പ്രഭു? അനങ്കമഞ്ജരി, രാധാറാണിന്റെ സിസ്റ്റർ ആയിട്ട്. അപ്പോ ബലരാമൻ ഈ 5 ഭാവത്തിലും ഭഗവാനായിട്ട്, അത് ശാന്തഭാവത്തില് ധാമ, പാരഫെനാലിയ, ഇതൊക്കെ
ബലറാമിന്റെ എക്സ്പാൻഷൻസ് ആണ്. അങ്ങനെ ഭഗവാനെ സേവിക്കുന്നു. ദാസ്യഭാവത്തില്, അതായത് നമ്മൾ കന്നു മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഭഗവാൻ വളരെ ക്ഷീണിതരാകുമ്പോൾ കാലൊക്കെ പിഴിഞ്ഞു കൊടുക്കുന്നു, വേണ്ടുന്ന അതായത് എങ്ങനെ ഒരു സെർവന്റ് തന്നെ മാസ്റ്ററെ നോക്കുന്നു അതേപോലെ നോക്കുന്നു. അതേപോലെ തന്നെ സഖ്യഭാവത്തിലെത്തുമ്പോൾ അവിടെ ഫ്രട്ടേണിറ്റിയില് അതായത് സഖന്മാർ എങ്ങനെയാണ് അതേപോലുള്ള അബന്ധത്തില്. പിന്നെ വാത്സല്യഭാവം, യശോദമായി എപ്പോഴും പറഞ്ഞിട്ട് ബലരാമനോട്, ഇതാ അവൻ്റെ അനിയൻ കുസൃതിയാണ്, സൂക്ഷിക്കണം, അവനെ പ്രൊട്ടക്ട് ചെയ്യണം, ഓക്കെ, എന്തെങ്കിലും എന്ന് പറയണം. ഒരുപാട് അസുരന്മാരൊക്കെ വരും, അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം, അവിടെ ഇവിടെ നിന്നും പോകാൻ സമ്മതിക്കരുത്, കാട്ടിലെ ഉള്ളിലോട്ടും പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു മൂത്ത ബ്രദറിന്റെ സ്ഥാനത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ മാധുര്യ ഇതില് ബലറാമിന്റെ എക്സ്പാൻഷനാണ് രാധാറാണിന്റെ സിസ്റ്റർ അനങ്കമഞ്ജരി. അങ്ങനെ 5 ഇതിലും ഭഗവാനെ സേവിക്കുന്നു. അപ്പൊ അതാണ്. അപ്പൊ ആ ബലറാം നിത്യാനന്ദ പ്രഭുവായിട്ട് നമ്മുടെ കലിയുഗത്തിൽ വരുന്നു. ഈ വിവരം, ഈ ജ്ഞാനം ആർക്കുമില്ല. ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തില് ആ തത്വങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊന്നും ആർക്കും അറിയില്ല ആരാണ് നിത്യാനന്ദ പ്രഭു, ആരാണ് ചൈതന്യം മാത്രമേ. അപ്പൊ ഈ കലിയുഗത്തില് നമുക്ക് വേണ്ടുന്ന ശരിക്കുള്ള പ്രോസസ്സ്, ഡിവോഷണൽ പ്രോസസ്, അത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പ്രഭുപാദനാണ്, അല്ലെ? പ്രഭുപാദന ഹോയ്ത്തു. ആ പ്രഭുപാദം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇരിക്കുന്നത്? നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ടോ, ഇങ്ങനത്തെ ഒരു അവതാരത്തെ പറ്റിയിട്ടോ, ബലറാമിനെ പറ്റിയിട്ടോ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അങ്ങനെ പ്രധാനപ്പെട്ട ഗോസ്വാമി നമുക്കറിയില്ലായിരിക്കും. ഇപ്പോഴും നമ്മളിപ്പോ എല്ലാവരും വൃന്ദാവനത്തിൽ പോകുന്നുണ്ടല്ലേ? വൃന്ദാവനത്തില് പല സ്ഥലങ്ങളും, പല ലീലസ്ഥലികളും നമ്മൾ പോകുന്നുണ്ട്. ഇതൊക്കെ ആരുടെ മേഴ്സിയാണ്? ആരുടെ മേഴ്സി കൊണ്ടാണ് നമ്മളിതൊക്കെ കാണുന്നത്? ഷഡ്ഗോസ്വാമി അവരാണ് ഇതൊക്കെ, ഈ ലീലാസ്ഥലികളൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം രൂപ, സനാതന, മറ്റുള്ള എല്ലാ ഗോസ്വാമിമാരാണ് ഈ ലീലാസ്ഥലികളെല്ലാം കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും ഡിവോഷണൽ ലിറ്ററേച്ചർ നമുക്ക് തന്നത്, മനസ്സിലാക്കി തന്നത്. പുറമെ ആർക്കും അറിയില്ല. ഇവരില്ലെങ്കിൽ നമുക്ക് ഈ വൃന്ദാവനം നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പാസ്റ്റ് ടൈംസും ഈ ലീലകളും കാര്യങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ഗോസ്വാമികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ തത്വം, ഈ ജ്ഞാനം നമുക്ക് തന്നത് പ്രഭുപാദരാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീല പ്രഭുപാദരെ ഓഫ്കോഴ്സ് ഇതിനെ തുടക്കം കുറിച്ചത് ഭക്തി വിനോദ് മഹാരാജാണ്, ഭക്തി വിനോദ് ഠാക്കൂർ മാസ്റ്റർ. അദ്ദേഹമാണ് ഈ ലോകത്തിനെ ഇനണ്ടേറ്റ് ചെയ്തത് ഈ കൃഷ്ണപ്രേമം കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനം കൊണ്ട്. അവിടുന്നാണ് തുടങ്ങിയത്. സോ ഭക്തി വിനോദ് ഠാക്കൂർ, പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂർ, അദ്ദേഹത്തിന്റെ മകൻ. അദ്ദേഹം 61 ഗൗഡി മഠങ്ങള് സ്ഥാപിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വരിഷ്ഠ ശിഷ്യനാണ് ആര്? ശീലപ്രഭുപാദ്. ആ ശീലപ്രഭുപാദിന്റെ ജാതകത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 60 വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കും, ഈ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കും, 108 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ. അപ്പോ അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആചാര്യൻ. ഒരുപാട് മറ്റ് വരിഷ്ഠ സന്യാസി വര്യന്മാർ അദ്ദേഹം ഉണ്ടായിരുന്നു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിമാരെ. എങ്കിലും ശീലപ്രഭുപാദ് ഒരു ഗ്രഹസ്ഥനായിരുന്നു. എല്ലാവിധ സപ്പോർട്ടും തൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഗൗഡീയ മഠത്തിന് എല്ലാവിധ സപ്പോർട്ടും ശീലപ്രഭുപാദ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന് വളരെ നല്ല വേണ്ടപ്പെട്ട എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് whenever you get money, you print and publish books എന്നാ പറഞ്ഞിരിക്കുന്നു. ആ ഇൻസ്ട്രക്ഷൻ. അതേപോലെ you go to the western world and propagate this Nama Sankirtana to each and every nook and corner of the world. അപ്പോൾ ആ
ശിലപ്രഭുപാദയാണ് പരം ഗുരു, ഇസ്കോണിന്റെ സ്ഥാപകാചാര്യൻ. ആ ശിലപ്രഭുപാദയുടെ അനുഗ്രഹം കൊണ്ടാണ്, കമ്പേഷൻ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണ് നമുക്ക് ഈ സമ്പ്രദായത്തില് നമുക്ക് കണക്ഷൻ വന്നു കിട്ടിയത്. അപ്പോ ഇന്നത്തെ ദിവസം നിത്യാനന്ദ പ്രഭുവിന്റെ ആവിർഭാവ ദിവസം. അപ്പൊ അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാരുടെയും കൃപാകടാക്ഷം നമുക്ക് കിട്ടും. അല്ലെ, ഇപ്പോഴത്തെ റീസെന്റ് ആചാര്യന്മാരുടെ ഗൗരഭക്ത വൃന്ദം, അവരുടെ എല്ലാവരുടെയും കൃപാകടാക്ഷം നമുക്ക് കിട്ടും ഇന്നത്തെ ദിവസം. ഓക്കെ, അതാണ് ഇൻ ബ്രീഫ് നിത്യാനന്ദ ത്രയോദശിക്ക് നമുക്ക് പറയേണ്ടത്. എന്തെങ്കിലും ചോദ്യമോ കമന്റ്സ് ഉണ്ടോ? ഇല്ല. ആചാര്യന്മാരുടെ കാര്യങ്ങളൊന്നും നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പൊ നമ്മള് കാണുന്ന പോലെയല്ല അവരെന്താണ് ചെയ്യുന്നത്, അതിനെ നമ്മൾ അനുകരിക്കാൻ പാടില്ല. അവര് നിർദ്ദേശിച്ചത് എന്താണ് അത് മാത്രം നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആചാര്യന്മാര്, വരിഷ്ഠ ഭക്തന്മാര്, ഇവരുടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാവുന്നത്, ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ തെറ്റാണല്ലോ, നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ ചെയ്യാൻ പാടുമോ? ഒരു ആചാര്യനെ നമ്മള് കുറ്റം അവര് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ പാടും? നമ്മളെ ഒരു വളരെ താണ ലെവലിലുള്ള ആള് ഇല്ല, പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എത്രയോ മീതെയാണ് അവരുടെ കാര്യങ്ങൾ, എത്രയോ മീതെയാണ്. ഒരു പ്രാവശ്യം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, പ്രഭുപാദരെ ഇനോ 10 വിരലും നിറച്ചും മോതിരായിട്ട്, 10 വിരലും നിറച്ചും മോതിരായിട്ട്. അപ്പോ ഇതെന്ത് സ്വാമീജിയാണ്, ഇത്ര ആരത്തിയോ സ്വർണത്തിനോട്? ഇതിങ്ങനെ ഇത് റെനൻസിയന്റ് ആണോ, സ്വാമിയാണോ? ഓരോരുത്തരെ ക്രിട്ടിസൈസ് ചെയ്യുക ശരിയാണോ? അത് അവരുടെ കാര്യം നമുക്ക് മനസ്സിലാവില്ല. അപ്പോ എന്താണ് ആക്ച്വലി സംഗതി വെച്ചാൽ, വ്യാസപൂജയായിരുന്നു അന്ന്, പ്രഭുപാദർ അപ്പിയറൻസ് ഡേ ആയിരുന്നു. അപ്പൊ എല്ലാ ഭക്തന്മാരും ഗോൾഡ് റിങ് കൊടുത്തു. എല്ലാം അദ്ദേഹം ഓരോ വിരലിട്ടിട്ട് നിറച്ചും ഇതായി, 10 വിരലും നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഓരോന്നും ഊരി കൊടുത്തു. ആ സമയത്ത് എടുത്ത ഫോട്ടോ വരച്ചപ്പോ എല്ലാവർക്കും ഇത്. അപ്പൊ നമുക്ക് അറിയുന്നില്ല എന്താ സംഗതി എന്ന്. പ്രഭുപാദയ്ക്ക് ഒരുപാട് അങ്ങനെ ഗിഫ്റ്റ് കിട്ടും, എല്ലാം സ്വീകരിക്കും. ഒരു കൈ കൊണ്ട് സ്വീകരിക്കും, മറ്റേ കൈ കൊണ്ട് കൊടുക്കും, തിരിച്ചു കൊടുക്കും, തന്റെ ഭക്തന്മാർക്ക് പ്രസാദമായിട്ട്. പ്രഭുപാദയ്ക്ക് യാതൊന്നിനോടും യാതൊരു ഇതുമില്ല. പ്രഭുപാദയ്ക്ക് ഒറ്റൊന്നിലേ ഉള്ളൂ, എന്താണ്, എത്ര ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, എത്ര സെന്റർ ഓപ്പൺ ചെയ്തു, എത്ര ആൾക്കാരെ ഡിവോട്ടി ആക്കി. ദാറ്റ് ഈസ് ഓൺലി റിക്വസ്റ്റ്. അല്ലാണ്ട് സ്വന്തം എനിക്ക് അത് വേണം ഇത് വേണമെന്നില്ല. എന്ത് കൊടുത്താലും സ്വീകരിക്കും, പക്ഷെ അതേസമയം തന്നെ എല്ലാം മറ്റുള്ള ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും കൊടുക്കും, അവനൊന്നും വെക്കില്ല. അപ്പൊ അതായത് നമ്മുടെ ഈ വരിഷ്ഠ ഭക്തന്മാര് ചെയ്യുന്ന കാര്യങ്ങള് അത് പകുതിയെ കുറച്ചേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അതിന്റെ ശരിക്കുള്ള ഫുൾ സ്റ്റോറി അറിയാണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് പാടില്ല. അതൊക്കെ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അവരിലും തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ ഒരു വരിഷ്ഠ ഭക്തൻ പ്രവചനം ചെയ്യാണ്. ഓക്കെ,
ആ സമയത്ത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു, ഉടനെ നമ്മൾ പബ്ലിക്കിൽ ഇരുന്നിട്ട് മഹാരാജ് അത് ശരിയല്ല, ഇത് ഇന്ന കൊല്ലത്തിലാണ് നടന്നിരിക്കുന്നത് പറയാൻ പാടുമോ? പാടില്ല. പാടില്ല. ആ കൊല്ലല്ല അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ്. അതിൽ കൂടെ ആ ലീലയിൽ കൂടെ നമുക്ക് തരുന്ന മെസ്സേജ് മെസ്സേജാണ് ഇമ്പോർട്ടന്റ്. അയ്യോ മഹാരാജിന് തെറ്റുപറ്റി, ആ കൊല്ലം അങ്ങനെയല്ല, ആയിക്കോട്ടെ, നമ്മൾ അവിടെ വലിയ ആളാവാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഈ ബേസിക് ആയിട്ടുള്ള എറ്റിക്കറ്റ് അതൊക്കെ വളരെ കുറച്ചും കൂടി കൂടുതൽ പഠിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. ചില ഒരു പ്രാവശ്യം ഒരു മഹാരാജ അവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോ മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോ എത്ര 60 കോടി കൂടുതൽ ആൾക്കാരാണ് മരിച്ചത്. 60 കോടി കൂടുതൽ ആൾക്കാർ. അപ്പോ ചോദിച്ചു, ഞാനുണ്ടായിരുന്നു അതില്, ഒരു ഡിവോട്ടി അവിടെ നിന്ന് ചോദിച്ചു, മഹാരാജ് അപ്പൊ ഈ ശവാംഗ സംസ്കാരം എങ്ങനെ ഇത്രയും ആൾക്കാരുടെയൊക്കെ എങ്ങനെ നടത്തിയത്? അപ്പൊ മഹാരാജ് പറഞ്ഞു, നിങ്ങളുടെ ക്ലീനിങ് കമ്പനിയിലാണോ ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് പോയത്, മനസ്സിൽ പോയത് ഇത് എങ്ങനെ ഇതെല്ലാം ഡിസ്പോസ് ചെയ്തു, ഇതെല്ലാം എങ്ങനെ ചെയ്തു ഇത്രയും ആൾക്കാരെ. അങ്ങനത്തെ ചില ചോദ്യം ചോദിക്കും, തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കണം. അതെന്തായാലും സബ്മിസീവ് ഇതിലായിരിക്കും ചോദിക്കേണ്ടത്. ചില ആൾക്കാർ വളരെ ആർഗ്യുമെന്റേറ്റീവ് വേയിൽ ചോദ്യം ചോദിക്കും. അത് പാടില്ല എന്ന് ഞാൻ ജസ്റ്റ് റീസെന്റ് ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുദ്ദേശ കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, തായ്ഗോ പ്രേമാനന്ദായി. അപ്പൊ അന്ന് ഞാൻ ക്ലാസ് എടുത്തില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും സമയമായി. അപ്പോൾ